ഒരു വിശുദ്ധിയായ അമ്മയുടെ വിശുദ്ധനായ മകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അമ്മയുടെ പേര് മോണിക്ക. മകന്റെ പേര് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ. മകന്റെ പേരാണ് അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്റ്റിൻ എന്ന് ഇപ്പോൾ പറയും. അഗസ്റ്റിൻ വിശുദ്ധനായതിന്റെ പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. പാപങ്ങളിൽ മുഴുകി ജീവിച്ച ഒരു മനുഷ്യൻ. മദ്യപാനം, വ്യഭിചാരം, ചൂതാട്ടം, അങ്ങനെ തിന്മകൾക്ക് നടുവിൽ നിന്ന് ഈശോയോട് ചേർന്ന് നിന്ന് വിശുദ്ധിയിലേക്ക് എത്തപ്പെട്ട വ്യക്തി. അമ്മയായ മോണിക്കയുടെ പ്രാർത്ഥനകൾക്കോ അവളുടെ കണ്ണീരിനോ അവൻ വില കൊടുത്തിരുന്നില്ല. വിവാഹം കഴിക്കാതെ തന്നെ അവനൊരു സ്ത്രീയെ തന്റെ വെപ്പാട്ടിയാക്കിയിരുന്നു. 15-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ ആ സ്ത്രീക്കൊപ്പമാണ് അഗസ്റ്റിൻ ജീവിച്ചത്. അവരിൽ നിന്ന് അഗസ്റ്റിനൊരു മകനുമുണ്ടായി. ഒരു വിശുദ്ധന്റെ പഴയ കാലത്തെ ഇത്ര വിശദമായി ഞാൻ പറഞ്ഞത് ഇത്രയേറെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് പോലും ഒരാൾക്ക് വിശുദ്ധനാകാമെന്ന് ഓർമ്മിപ്പിക്കാനാണ്. വിശുദ്ധന്റെ മാതാവായിരുന്ന മോണിക്ക ഒരു ദൈവഭക്തിയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന പട്രീഷ്യസ് ഒരു അവിശ്വാസിയായിരുന്നു. നല്ല രീതിയിലുള്ള ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ചിരുന്ന അഗസ്റ്റിൻ അപ്പോഴും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലായിരുന്നു. കാർത്തേജിൽ നിയമവിദ്യാർത്ഥിയായിരിക്കെ മാനിക്കേയ മതത്തിൽ അദ്ദേഹം ആകൃഷ്ടനാവുകയും പാപത്തിന്റെ വഴിയിൽ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇത് അവന്റെ അമ്മയായ മോണിക്കയെ സങ്കടത്തിലാഴ്ത്തി. തന്റെ കൂടെ ആയിരിക്കുവാൻ അമിതമായി ആഗ്രഹിച്ചിരുന്ന തന്റെ മാതാവിനെ കബളിപ്പിച്ച് അവൻ റോമിലെത്തി. അവനെ ഓർത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും മാത്രമേ മോണിക്കയ്ക്ക് സാധിക്കുമായിരുന്നു. ആ അമ്മയുടെ വർഷങ്ങൾ നീളുന്ന തുടർച്ചയായ പ്രാർത്ഥന ഫലം കണ്ടു തുടങ്ങി. മനുഷ്യഹൃദയത്തെ അദ്ദേഹം മനസ്സിലാക്കി തുടങ്ങി. മോണിക്കയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്റ്റിൻ മാനസാന്തരപ്പെടുകയും 387 ഈസ്റ്റർ രാത്രിയിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ തന്റെ മാതാവിനോടൊപ്പം ആഫ്രിക്കയിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ ഓസ്ട്രിയയിൽ വെച്ച് അവന്റെ മാതാവ് മരണമടഞ്ഞു. തന്റെ മകന് ഒരു 2ാം ജന്മം നൽകുവാൻ കഴിഞ്ഞുവെന്ന സന്തോഷത്തിലാണ് അവൾ മരിച്ചത്. തന്റെ സ്വത്തുക്കളെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു നൽകിയതിനു ശേഷം 391 ഹിപ്പോയിൽ വെച്ച് അഗസ്റ്റിൻ പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയുണ്ടായി. തന്റെ 41-ാമത്തെ വയസ്സിൽ ഹിപ്പോയിലെ മെത്രാനായി അഭിഷിക്തനായി. 396 മുതൽ 430 വരെ ഹിപ്പോയിലെ മെത്രാനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനും വേദപാരംഗതനുമായ വിശുദ്ധ അഗസ്റ്റിൻ 75-ാമത്തെ വയസ്സിൽ 430 ഓഗസ്റ്റ് 28-ന് ഹിപ്പോയിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. വിശുദ്ധ അഗസ്റ്റിനെ പണ്ഡിത ലോകം ദൈവശാസ്ത്രജ്ഞനായി കാണുമ്പോൾ വിശുദ്ധ അഗസ്റ്റിന്റെ മാനസാന്തരത്തിനും അതിനു പിന്നാലെ ഒരമ്മയുടെ നീണ്ട വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും വലിയ വിലയുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാം. ഈ വിശുദ്ധന്റെ മാനസാന്തര ജീവിതം നമുക്കും പ്രചോദനമാകട്ടെ. അപ്പോൾ മറ്റൊരു വിശുദ്ധനിലൂടെ മാക് ടിവിയിലൂടെ വീണ്ടും കാണാം.